എപ്സ്റ്റീൻ ഫയൽസ്, അതിൽ സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ പേരും ഉണ്ടായിരുന്നു. ഇതൊരു കോയിൻസിഡൻസ് മാത്രമാണോ, അതോ നമ്മൾ കേൾക്കാതെ പോയ ഒരു കഥയുടെ വലിയൊരു തുടക്കമാണ്? കാരണം ഈ ഒരു മനുഷ്യൻ ടൈം ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് ഒരു പാർട്ടി നടത്തിയിട്ടുണ്ട്. 2009 സംഭവം. ഫുഡ്, വൈൻ, കാൻഡിൽസ് എല്ലാം റെഡി. പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. വൈ വുഡ് എ വേൾഡ് ഫേമസ് സയന്റിസ്റ്റ് ഡു ദാറ്റ്? അദ്ദേഹത്തിന് അതിന് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. ടൈം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് സമയത്തിൽ പിന്നിലേക്ക് വന്ന് ഈ ഒരു പാർട്ടിയിൽ അറ്റൻഡ് ചെയ്തുകൂടാ? പിന്നീട് ഈ പാർട്ടിയിൽ എന്ത് സംഭവിച്ചു? ആരും തന്നെ ഈ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്തില്ല. അതോ ആരെങ്കിലും ഈ ഒരു പാർട്ടിക്ക് വന്നിട്ട് നമ്മൾ അറിയാതെ പോയതാണ്? നിങ്ങൾ ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കുക. രാത്രി നമ്മൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ, അതിൻ്റെ ഒരു പ്രസന്റ് വ്യൂ ആണോ നമുക്ക് ദൃശ്യമാകുന്നത്? ഒരിക്കലുമല്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ പുറപ്പെട്ട നക്ഷത്രങ്ങളുടെ വെളിച്ചമാണ് ഇന്ന് നമുക്ക് കണ്ണിൽ ദൃശ്യമാകുന്നത്. അതായത് നമ്മളും ഒരു തരത്തിൽ ടൈം ട്രാവൽ നടത്തുകയാണ്. അതും ഒരു നാച്ചുറൽ ടൈം ട്രാവൽ എന്ന് പറയാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇത്തരത്തിലുള്ള നാച്ചുറൽ ടൈം ട്രാവലിനെ പറ്റിയല്ല, പകരം നാസ, ഡാർപ്പ, മിലിറ്ററി റിസർച്ച് ലാബുകൾ തുടങ്ങിയവ നടത്തുന്ന പഠനങ്ങളെ പറ്റിയാണ്. സ്പേസ് ടൈം മാനിപ്പുലേഷൻ, വാർപ്പ് ഫിസിക്സ്, റിലേറ്റിവിറ്റി എക്സ്പെരിമെന്റ്സ് തുടങ്ങിയ പേരുകളിലായിരിക്കും അത് അറിയപ്പെടുക. പേര് പലതും മാറും, പക്ഷേ ലക്ഷ്യമെല്ലാം ഒന്ന് തന്നെയാണ്: ടൈമിനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ടൈമിനെ കൺട്രോൾ ചെയ്യുക. ചോദ്യങ്ങൾ വേറെയാണ്. ടൈം ട്രാവൽ എന്നത് ഇനി കണ്ടുപിടിക്കാനുള്ള ഒന്നാണ്, അല്ലെങ്കിൽ ഇതിനോടകം തന്നെ നമ്മൾ അതിനകത്താണോ ജീവിക്കുന്നത്? മേ ബി വി ആർ നോട്ട് വെയിറ്റിംഗ് ഫോർ ദ ടൈം ട്രാവലേഴ്സ്. Maybe we are already inside the timeline. So, welcome to the timeline.